जरा सा घूम लूं मैं अरे ना रे ना रे ना. ഹലോ ദോസ്തോ, വെൽക്കം ബാക്ക് ടു ഹിന്ദി യൂണി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഇത് ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് അറിയാമായിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ ഇതൊക്കെയാണോ ഇവളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പറയാൻ നിൽക്കുന്നത്, ഇത് സിമ്പിൾ അല്ലേന്ന്. അങ്ങനെയല്ല, നമ്മളെ വ്യൂവേഴ്സിൽ വളരെ ഒട്ടും അറിയാത്ത ആൾക്കാരും ഉണ്ട്, ഒട്ടും ഒരു ഹിന്ദി പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സോ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇന്ന് മുതൽ ഉണ്ടാവുന്നത്. അപ്പം നമുക്കിന്നൊരു വാക്ക് പഠിക്കാം. ഈ കറക്കം എന്ന് പറയില്ലേ, ഞാൻ കറങ്ങാൻ പോവുകയാണ്, ഞാൻ ഇന്നലെ കറങ്ങാൻ പോയിരുന്നു, നമുക്ക് കറങ്ങാൻ പോകാം, അല്ലെങ്കിൽ എനിക്ക് തലകറക്കം വരുന്നു എന്നൊക്കെ പറയില്ലേ. ഈ കറക്കം എന്ന വാക്കിന് എന്താണ് ഹിന്ദിയിൽ പറയാമെന്ന് ഇന്ന് പഠിക്കാം. കറക്കം എന്നതിന് ഹിന്ദിയിൽ ഘൂമന എന്നാണ് പറയാ. കറങ്ങുക, ഘൂമന. ഇത് സന്ദർഭത്തിനനുസരിച്ച് ഘൂമനെ എന്നായി മാറും, ഘൂം എന്നായി മാറും, ഘൂമന എന്നായി മാറും, ആൻഡ് ഘൂമലു, അങ്ങനെ പലതുമായി മാറുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പം ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് ഘൂമന എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പം നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാൻ കറങ്ങാൻ പോവുകയാണ് എന്ന് പറയില്ലേ, ഞാൻ ഇന്ന് കറങ്ങാൻ പോവുകയാണ്, ഞാൻ ഡൽഹിയിൽ കറങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറയാറില്ലേ. ഇതെങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പറയാൻ നോക്കിയാലോ. ഞാൻ കറങ്ങാൻ പോവുകയാണ്. ഞാൻ എന്നുള്ളതിന് എന്താ ഹിന്ദിയിൽ പറയാ? മേ. എല്ലാവർക്കും അറിയാം അല്ലേ, മേ. കറങ്ങാൻ, ഇപ്പൊ ഞാൻ ഈ വാക്ക് ഹിന്ദിയിൽ പഠിപ്പിച്ചു തന്നിട്ടേ ഉള്ളൂ. എന്തായിരുന്നു? ഘൂമന. ഇത് നമുക്ക് ഹിന്ദിയിൽ ഇപ്പൊ ഈ സെന്റൻസിൽ വരുമ്പോൾ ഘൂമിനെ എന്നായി മാറുന്നുണ്ട്. മേ ഘൂമിനെ. ഇനി പോവുകയാണ്, ഇനി അതൊരു ഫ്യൂച്ചർ ടെൻസിലാണ് പറയാനുള്ളത്. പോവാൻ പോകുന്നേ ഉള്ളൂ, പോയിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന് പോവുക എന്നതിൻ്റെ ഹിന്ദി വാക്ക് എന്താണ്? ജാന. ഇത് പോവുകയാണ് എന്നാവുമ്പോൾ ഫ്യൂച്ചറിലേക്ക് വരുമ്പം ജാ രഹ എന്ന് വരും. ഇനി ആണ്, ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആണ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാണ്. അതിന് മേ വന്നിട്ടുണ്ടെങ്കിൽ സെൻറ്റൻസ് എൻഡ് ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത്? ഹൂം. അപ്പം നമുക്ക് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. മേ ഘൂമിനെ ജാ രഹാ ഹൂ. ഞാൻ കറങ്ങാൻ പോവുകയാണ്. ഇതൊരു പുരുഷനാണെങ്കിലാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ഇതേ സ്ഥാനത്ത് ഒരു സ്ത്രീ ആണെങ്കിൽ, ഞാനാണ് പറയുന്നതെങ്കിൽ എന്താ പറയാ? മേ ഘൂമിനെ ജാ രഹീഹു. രഹാഹു എന്നുള്ളത് സ്ത്രീ ആകുമ്പം രഹീഹു എന്നായി മാറുന്നു. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. അവൻ ഇന്ന് രാവിലെ കറങ്ങാൻ പോയിരുന്നു. കഴിഞ്ഞു പോയൊരു കാര്യം പറയാം നമുക്ക്. അവൻ, അവൻ എന്നുള്ളതിന് എന്താ ഹിന്ദിയിൽ പറയാ? വോ. വഹ് എന്നാണ് എഴുതുക, പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വോ എന്നായി മാറും. വോ. ഇന്ന് എന്നതിന് എന്താ ഹിന്ദിയിൽ പറയാ? ആജ്. വോ ആജ്. രാവിലെ, സുബ. വോ ആജ് സുബ കറങ്ങാൻ പോയിരുന്നു. ഘൂമിനെ. ഈ പോയിരുന്നു എന്നാണ് പറയാനുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു പോവുക എന്നതിന് ജാ എന്നാണ് പറയാ, ജാന. പക്ഷെ ഇത് പോയിരുന്നു, കഴിഞ്ഞൊരു കാര്യമാണ്, പാസ്റ്റ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഗയ എന്നാണ് പറയാ പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ. അപ്പൊ ഈ ഫുൾ സെന്റൻസ് എന്തായി? അവൻ ഇന്ന് രാവിലെ കറങ്ങാൻ പോയിരുന്നു. വോ ആജ് സുബ ഘൂമിനെ ഗയ. ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ധ എന്ന് യൂസ് ചെയ്യാം. അപ്പൊ വോ ആജ് സുബ ഘൂമിനെ ഗയ ധ എന്നായി മാറി. ഇനി ഇതൊരു സ്ത്രീ പറയുകയാണെങ്കിൽ നമുക്കൊരു സ്ത്രീകളെ മാറ്റി നിർത്താൻ പറ്റുമോ? അവൾ ഇന്ന് രാവിലെ കറങ്ങാൻ പോയിരുന്നു എന്ന് പറയാൻ എങ്ങനെയാ പറയാം? വോ ആജ് സുബ ഘൂമിനെ ഗയി ധി എന്ന് പറയും. ഗയാധ എന്നത് ഗയി ധി എന്നായി മാറും. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. എൻ്റെ തല കറങ്ങുന്നു എന്ന് പറയാന് മേരാ സിർ. തലയ്ക്ക് എന്താണ് ഹിന്ദിയിൽ പറയാ? സിർ. മേരാ സിർ കറങ്ങുന്നുണ്ട്. ഘൂം രഹാ ഹേ. അപ്പൊ എന്തായി? എൻ്റെ തല കറങ്ങുന്നുണ്ട്. മേരാ സിർ ഘൂം രഹാ ഹേ. ഇനി ഇതൊരു സ്ത്രീ പറയുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എന്തായിരിക്കും ഹിന്ദിയിൽ പറയാ? മേരാ സിർ ഘൂം രഹി ഹേ. എൻ്റെ തല കറങ്ങുന്നുണ്ട്. ഇതൊരു പാട്ടിലുണ്ട്, ഹിന്ദിയിലുള്ളൊരു ഷാരൂഖ് ഖാൻ്റെ കാജോളിൻ്റെ ഒരു സോങ്ങിലുണ്ട്. നിങ്ങൾക്കറിയാവോ? ജറാ സാ ഘൂം ലൂ മേ അരെ നാ രേ നാ രേ നാ. ഈ ഒരു സോങ്ങിലുണ്ട്. ഓക്കെ, ഘൂം ലൂ മേ. ഞാൻ ഇത്തിരി കറങ്ങിക്കോട്ടെ എന്നാണ് കാജൽ അതിൽ ചോദിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വേർഡും ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള സിമ്പിൾ ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. മിൽത്തെ ഹൈ അഗ്ലി വീഡിയോ മേ. തബ് തക് കെ ലിയെ ബൈ ബൈ.